കൂട്ടുകാരെ, നമ്മൾ ഉൾവഴികളിലൂടെയുള്ള എന്ന യാത്രയുടെ ഒരു പരമ്പര തന്നെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 അങ്ങനെ പാട്ടായിട്ട് അധികം ബോറടിപ്പിക്കാതെ ഉൾവഴികളിലൂടെ, അതായത് നമ്മുടെ വെള്ളറട എന്ന മലയോര ഗ്രാമത്തിൻ്റെ ഉൾവഴികളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ മെയിൻ റോഡല്ല, സബ് റോഡിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമല്ലോ. അപ്പോൾ അതിനകത്തെ ജീവിതങ്ങൾ, അതിനകത്തെ കൃഷി, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അനുഭവങ്ങളെല്ലാം പകർത്തിക്കൊണ്ടുള്ള ഒരു നീണ്ട എപ്പിസോഡ് പരമ്പരയാണ്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടാം. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് ഈ യാത്ര തുടരാം. വണ്ടി കയറി കുറച്ച് നേരം യാത്ര ചെയ്യാം. വന്നാൽ നഷ്ടമായി. ഇപ്പോൾ ജാം ചേച്ചിയുടെ കോഴിക്കുഞ്ഞുങ്ങളെ കാണും. നല്ല കാഴ്ച കിട്ടും. പോയി ഒരു മാസം കൂടെ കഴിയുമല്ലേ? അല്ലേ? അല്ല, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പുള്ളി മറ്റേ ഇങ്ങനെ കാരണം ഒരു പറഞ്ഞു അവിടെ കോഴിപ്പേരയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി അവിടെ വന്ന ഒരു ബ്ലോഗായിട്ട് എടുക്കാമല്ലോ. ഇല്ലില്ല, ഞാൻ നടക്കാറങ്ങും. കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ടേ നടക്കാറങ്ങും. ഒന്ന് ചവിട്ടിക്കൊളി, ഞാൻ ഈ തോട് വഴി പുറത്തങ്ങ് പോവാം. അങ്ങനെ ആ ചേട്ടൻ്റെ കൂടെ പതുക്കെ ഒപ്പിച്ചിങ്ങ് യാത്ര ചെയ്തു. അതൊരു അനുഭവമായിരുന്നു. ആ ഡ്രൈവാണ് നമ്മൾ കണ്ടത്. കണ്ടോ, ഇങ്ങനത്തെ ഊടുവഴികളിലൂടെയുള്ള യാത്രയാണ്. പാർട്ട് 3യിലേക്ക് കിടക്കാം. ആ ലോറിയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വിളയിലേക്ക്. ആദ്യം നമ്മൾ ഈ റോഡ് വഴിയാണ് ഇത് തുടങ്ങിയത്. ഇതാ നമ്മുടെ ഉൾവഴികളിലൂടെയുള്ള യാത്രയുടെ പാർട്ട് 3 ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങണം കേട്ടോ. ഇതും ചെന്നെത്തുന്നത് റബ്ബർ തോട്ടങ്ങളിലാണ്. അപ്പോൾ തുടങ്ങാം. ഓക്കെ. കുറേയൊക്കെ മരങ്ങൾ സ്ലോട്ടർ വെച്ചാൽ പ്രായം ചെന്ന് പിന്നെ പാലൊന്നും ശേഷിക്കാതാവുമ്പോൾ വീട്ടു പൈസയാക്കുവേ. ഇതിൻ്റെ പുതിയ മരം പ്ലാന്റ് ചെയ്യും. ഇഷ്ടംപോലെ കൊക്കുണ്ട് കേട്ടോ അവിടെ. നല്ല അവർ ഇരപിടിക്കാൻ ഇറങ്ങിയതാണ്. എന്നെ കണ്ടപ്പോൾ ഭയപ്പെട്ട് ഓടുന്നു. നമുക്ക് ഇതുവഴി ക്രോസ് ചെയ്ത് വേണം പോകാൻ. ഈ തോട് ഈ വെള്ളത്തിൽ ചവിട്ടി വേണം അപ്പുറം പോകാൻ. അല്ല, അതിന് പോവാം. കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ വഴി വന്നുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ആ വഴിയാണ് തന്നെ. ഇത് അവിടെ നിന്ന് ആ പൊക്കത്തു നിന്നാണ് നമ്മൾ ഇറങ്ങി ഈ ഉൾവഴികളിലൂടെ വന്നത്. നേരത്തെ ഇതില്ലായിരുന്നു. തോട് ക്രോസ് ചെയ്ത് വേണം നടക്കേണ്ടത്. ഇപ്പോൾ പിന്നെ വഴി ശരിയായപ്പോൾ വെള്ളത്തിൽ കലിയോട്ടം വയ്യ, അതുകൊണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഉൾവഴികളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ചെന്നെത്തുന്നത് വീണ്ടും പറമ്പിലോണാണ്, മറ്റൊരു പറമ്പിലേക്കാണ്. കണ്ടാ, ഈ വഴി ഒറ്റ ഇതേ ഉള്ളൂ. ഇതിൽ ചവിട്ടി വേണം അപ്പുറം കിടക്കാൻ. അപ്പോൾ നമ്മൾ ചവിട്ടുന്നു, ഓരോ പാദം വച്ചിട്ട് ഏതാവ് കയറി. ഓക്കെ. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. കുറേ ദൂരം കൊണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് എത്താം. ആരവിടെ?
ചുമ്മാ കാഴ്ചകൾ കണ്ട വഴി ഉൾവഴികളിലൂടെ. പിന്നെ ആളുകൾ അറിയിക്കണ്ടേ ഇങ്ങനെ സ്ഥലങ്ങളുണ്ട്, ഇവിടത്തെ അധ്വാനിക്കുന്ന ജനമുണ്ടെന്നൊക്കെ അറിയണ്ടേ. എന്താണ് കൃഷി? പയർ സെറ്റപ്പ്. ചീര. ആ നിൽക്കുന്നത് ഒരു മുതലാളിയാണ്, ദേവനേശണ്ണൻ. നമ്മുടെ സംഗതി ഗൾഫ് റിട്ടയർഡാണ്, അധ്വാനത്തിൻ്റെ ഉസ്താദാണ് കേട്ടോ. കർഷകനാണ്, മുതലാളിയാണ്. പിന്നെ കർഷകനാണ്. കർഷകൻ വെച്ചാൽ അതെ അതെ, വേഷം കണ്ട് ഞെട്ടണ്ട. ഇങ്ങനെ കടയും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു കർഷക മുതലാളിയാണ് ദേവനേശണ്ണൻ. നടക്കട്ടെ. ബെസ്റ്റ്. ഇങ്ങനെ മുതലാളി പോയി ലോണാ. ഓ അങ്ങനെ. ഓ ഏതാണ്ട് ഇതൊക്കെ പറിച്ചല്ലേ? ചീരയൊക്കെ തീരാറായി അത്ര. വേനലായില്ലേ? വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. ശരി, നടക്കട്ടെ. വെള്ളറട എന്ന കാർഷിക ഗ്രാമത്തിലൂടെയുള്ള മലയോര ഗ്രാമം, അതിലൂടെയുള്ള യാത്രയുടെ ഭാഗങ്ങളാണ്. നമ്മളിങ്ങനെ സബ് റോഡ് വഴി ഇങ്ങനെ ഈ ഇതുവഴി കറങ്ങി തിരിഞ്ഞതിൻ്റെ അവിടെ ഒരു വഴിയിലെത്തും. ഇനി അങ്ങോട്ട് കുറച്ച് വീടുണ്ട്. ഇതുവഴി തോട്, വെള്ളം. യെസ്. ഇനി ഇത് കഴിഞ്ഞാൽ ഇനി ഇതുവരെ വണ്ടി വരും. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ മെയിൻ റോഡായി. പേടിക്കണ്ട.